എഴുതോരും മുമ്പിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. മനു മുകളിലോട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രനോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ബാലേന്ദ്രൻ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയായിട്ട് നിൽക്കുവാണ് വൈജയന്തി. ഭയങ്കര ദേഷ്യത്തിലാണ്. പുള്ളി ഒരിക്കലും ഒന്നിനും വിട്ടുകൊടുക്കുന്ന ആളല്ല. അപ്പോൾ ഇങ്ങനെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മനു ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഒരു രക്ഷയുമില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നും ഒന്നും കേൾക്കുന്നില്ല, ഞാൻ ഇനി അലീനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അലീന ആകെ തളർന്ന് അവശയായി. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് അലീന ആകെ ടെൻഷനാണ്. പുള്ളിക്ക് നടക്കാൻ പോലും വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. മനു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അലീന, നിനക്ക് എന്താണ് പറ്റിയത്, എന്നോട് പറയുമെന്ന് പറയുമ്പോൾ എന്നോടൊന്നും ചോദിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അലീന. അതും പറഞ്ഞ് അലീന എന്നോടൊന്നും പറയല്ലേ, ഞാൻ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് കേട്ട് മനു തിരിച്ചിറങ്ങി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല, എന്തായെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുത്തശ്ശിയുടെ ഒരു പഴയൊരു പറഞ്ഞ കാര്യം പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മുടെ മനു പറയുന്നുണ്ട്. എന്താ പറയുക, പോക്കിരിയും നല്ലവനും വന്നു കഴിഞ്ഞാൽ പോക്കിരി വഴി മാറിക്കൊടുക്കത്തില്ല, നല്ലവൻ വഴി മാറിക്കൊടുക്കും. നല്ലവരും തമ്മിൽ വന്നു കഴിഞ്ഞാൽ നല്ലവർ രണ്ടുപേരും സ്വമനസാലെ വഴി മാറിക്കൊടുക്കും. എന്നാൽ പോക്കിരിയും വന്നാലോ രണ്ടുപേരും വഴി മാറത്തില്ല, അവരടിച്ച് പിരിഞ്ഞേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനുശങ്കർ ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേനും മുകളിൽ നിന്നുകൊണ്ട് ബാലേന്ദ്രൻ ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു, മനു ഇറങ്ങിപ്പോകുന്നതൊക്കെ. അപ്പം മനു അങ്ങോട്ട് നോക്കുമ്പം ബാലേന്ദ്രൻ നേരെ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം മനു വേഗം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആര് പറഞ്ഞിട്ടും ബാലേന്ദ്രനോ അലീനയോ ഒന്നിനും കൂട്ടാക്കുന്നില്ല. രണ്ടുപേരും പിടിയാലെ തന്നെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ബാലചന്ദ്രന് അലീനയെ പറഞ്ഞു വിടാൻ ഒരിതുമില്ല. കാരണം ബാലചന്ദ്രൻ എല്ലാം അറിയാമല്ലോ. ഇപ്പോൾ അലീനയും അറിഞ്ഞു കഴിഞ്ഞു, ബാലചന്ദ്രൻ അറിഞ്ഞെന്നുള്ള കാര്യം. അപ്പോൾ രണ്ടുപേർക്കും, അലീനയ്ക്കാണെങ്കിൽ തൻ്റെ അമ്മയും സഹോദരങ്ങളെയും വിട്ടുപോകാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ മനുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തി. മനു ആകെ തകർന്ന മട്ടിലായിരുന്നു. മനു പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് മനു വീട്ടിലേക്ക് ചെന്ന് കയറി. അപ്പം അലീനയുടെ ആങ്ങള മനുവിനെ കാത്ത്, അലീനയുടെ ആങ്ങളെയും മനുവിൻ്റെ അമ്മയും കൂടെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, നീ പോയിട്ട് എന്തായി കാര്യമെന്ന് ചോദിച്ചപ്പോൾ അലീനയെ പറഞ്ഞു വിട്ടോ? ഇല്ല, എനിക്ക് അന്നേരം അറിയാമായിരുന്നു നീ നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് നമ്മുടെ ബാലേന്ദ്രൻ്റെ അളിയൻ പറയുകയാണ് കേട്ടോ. അതായത് വൈജയന്തി ആങ്ങളെ പറയുകയാണ്. അപ്പം മനു പറഞ്ഞു, ഇത് നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല അങ്കിളെ, ഇത് നിങ്ങളെല്ലാവരുടെ കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കരുത് എന്ത് വേണമെന്ന്. എന്തോ ഒരു കാര്യമുണ്ട് ഇതിൽ. അലീനയും അതുപോലെ തന്നെ ബാലചന്ദ്രനും പങ്കല്ല, പിന്നെ ആർക്കാ പങ്ക്, വൈജയന്തിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനെ അവിടെ ആകെ തകർന്നിരിക്കുന്ന മട്ടിൽ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ബാലചന്ദ്രൻ ബെല്ലടിക്കുന്നുണ്ട്, ഹോളിംഗ് ബെല്ല്, അതായത് മേളിലെന്ത് തെന്നിലോട്ട് വരാനുള്ള ആജ്ഞപ്രകാരമുള്ള ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ അലീനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അലീനയ്ക്ക് വീണു പോവുകയാണ്. എഴുന്നേറ്റ് കാലെല്ലാം മരച്ചിട്ട് അങ്ങ് വീണു പോവുകയാണ്. അതുപോലെ അലീന ആകെ ടെൻഷനിലാണ്. അലീന പതുക്കെ ഓരോ അടി ചുവട് വെച്ചിട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. എന്നിട്ടും വീഴാതെ പിച്ച് നടന്ന പോലെ ചെന്ന് സ്റ്റെയറിനടുത്തേക്ക് നടക്കുമ്പോൾ നമ്മുടെ വൈജയന്തി അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിന്നോട് ബാലേന്ദ്രൻ എന്താ പറഞ്ഞതെന്നറിയാതെ നീ മേളിലോട്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അലീന പറഞ്ഞു, ഞാനിവിടെ എനിക്കൊരു ശമ്പളം ഒന്നും വേണ്ട, ഞാനിവിടെ അല്ലെങ്കിൽ എല്ലാം എടുത്ത് നിന്നോളാം, എന്നെ പോകാൻ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട്, എത്ര നേരമായി അലീനെ വിളിക്കാൻ തുടങ്ങിയിട്ട്, കേൾക്കുന്നില്ല, നീ കേൾക്കാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരൊക്കെ പറഞ്ഞാലും നിന്നെ ഇന്ന് ഈ ദിവസം തന്നെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ വൈജയന്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിലേക്ക് ഒന്നും വയ്യ, അങ്ങോട്ട് പോകാനും വയ്യ ഇങ്ങോട്ട് പോകാനും വയ്യാത്ത അവസ്ഥയിലാണ് അലീന നിൽക്കുന്നത്. വൈജയന്തി കട്ടായി നിൽക്കുകയാണ്. അപ്പം പിന്നെ മുകളിൽ നിന്ന് നമ്മുടെ ബാലേന്ദ്രൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനയെ മുകളിലോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ അലീനയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല, അലീന മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും, ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം അടുത്തൊരു നെക്സ്റ്റ് എപ്പിസോഡ്, പുതിയ എപ്പിസോഡുമായിട്ട് അടുത്തായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.